ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കാണാൻ വേണ്ടി മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്ന CK വിനീത് എത്തിയിരുന്നു. അതായത് ആഷ്ലി വെസ്റ്റ്വുഡ് ആയിരുന്നു അദ്ദേഹത്തെ ക്ഷണിച്ചത്. വെസ്റ്റ്വുഡ് തന്നെയാണ് മത്സരത്തിനുള്ള ടിക്കറ്റ് CK വിനീതിന് നൽകിയിട്ടുള്ളത്. മത്സരശേഷം ബോയ്ക്കോട്ട് പ്രഖ്യാപിച്ച ആരാധകരെ CK വിനീത് വിമർശിക്കുകയും ചെയ്തിരുന്നു. അതായത് ബഹിഷ്കരണം ഒരു ശരിയായ രീതിയല്ല എന്നായിരുന്നു വിനീത് പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ വിനീത് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മാതൃഭൂമിയോട് സംസാരിക്കുകയായിരുന്നു വിനീത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിൽ നിന്നും തനിക്കും അനീതി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് വിനീത് പറഞ്ഞിട്ടുള്ളത്. ക്ലബ്ബ് വിട്ട് പുറത്തു പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടും തന്നെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുകയായിരുന്നു എന്നാണ് വിനീത് വെളിപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ബഹിഷ്കരണം അത് ശരിയായ രീതിയല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. വിനീതിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന സമയത്തും മാനേജ്മെന്റുമായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവരോട് പറഞ്ഞിരുന്നു. എന്നിട്ടും അവർ എന്നെ വിറ്റു. എന്നോട് അവർ പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. മാനേജ്മെന്റിനെതിരെ പ്രതിഷേധം നടത്താനുള്ള എല്ലാ അവകാശവും ആരാധകർക്കുണ്ട്. പക്ഷെ അത് ബഹിഷ്കരിച്ചുകൊണ്ടാവരുത്, മറ്റു രീതികളിലൂടെ നടത്തണം. ഇതാണ് CK വിനീത് പറഞ്ഞിട്ടുള്ളത്. അതായത് ടിഫോകളും ബാനറുകളും ഒക്കെ ഉയർത്തിക്കൊണ്ട് മഞ്ഞപ്പട പ്രതിഷേധിക്കണം, ബഹിഷ്കരണം പാടില്ല എന്നാണ് വിനീത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ ടിഫോകളും ബാനറുകളും ഒക്കെ ഉയർത്തിക്കൊണ്ട് മഞ്ഞപ്പട പ്രതിഷേധിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ബാനറുകളൊന്നും തന്നെ സ്റ്റേഡിയത്തിൽ അനുവദിച്ചിരുന്നില്ല. അതെല്ലാം സെക്യൂരിറ്റി സ്റ്റാഫ് ഇടപെട്ടുകൊണ്ട് മാറ്റുകയായിരുന്നു. ഇതേ തുടർന്നാണ് മഞ്ഞപ്പട കൂടുതൽ മികച്ച രൂപത്തിലേക്കുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് പോയത്. അങ്ങനെയാണ് മഞ്ഞപ്പട അതുപോലെ തന്നെ മറ്റു ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടായ്മകളൊക്കെ ഇപ്പോൾ ബഹിഷ്കരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.